വികസനത്തിന്റെ വഴിയിൽ ശ്രദ്ധ നേടിയ വിഴിഞ്ഞത്തെ KSRTC ഡിപ്പോയുടെ അവസ്ഥ പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനുമപ്പുറമാണ്. ഡിപ്പോയിലെ ജീവനക്കാർക്കും യാത്രക്കാർക്കും കുടിക്കാൻ പോയിട്ട് പ്രാഥമിക ആവശ്യത്തിന് പോലും വെള്ളമില്ല. മഴ പെയ്താൽ ബസ്സുകൾക്ക് ഡിപ്പോക്കകത്തേക്ക് കയറാനും കഴിയില്ല. ജീവനക്കാരുടെ റെസ്റ്റ് റൂമുകൾ കാലിത്തൊഴുത്തിന് സമാനമാണ്. അടിസ്ഥാന സൗകര്യമില്ലാത്ത ഡിപ്പോയിൽ ജോലി ചെയ്യാൻ കഴിയാതെ ജീവനക്കാർ സ്ഥലം മാറ്റം വാങ്ങിപ്പോകാൻ നിർബന്ധിതരാവുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തു. പടുകുറ്റൻ കപ്പലുമെത്തി. പക്ഷേ അതേ വിഴിഞ്ഞത്തെ KSRTC ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥയൊന്ന് കാണണം. തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും അധികം കളക്ഷൻ ലഭിക്കുന്ന ഡിപ്പോകളിലൊന്നായ വിഴിഞ്ഞത്തിന്റെ വിശേഷം പറഞ്ഞാൽ മൂക്കത്ത വിരൽ വയ്ക്കും. തകർന്നു വീഴാറായ കെട്ടിടങ്ങളും കാലപ്പഴക്കം ചെന്ന ബസ്സുകളും. മഴ പെയ്താൽ വെള്ളക്കെട്ട് രൂക്ഷം. മഴക്കാലം വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഇവിടെ വന്ന് ബസ് കയറാൻ പോലും വെള്ളക്കെട്ടും ആ ഒരു അവസ്ഥ അതൊന്ന്. പിന്നെ ദൂരം എന്ന് പറഞ്ഞ യാത്രക്കാർക്കാണെങ്കിൽ ഈ നമ്മൾ ടോയ്ലറ്റ് സംവിധാനം ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല. അപ്പോൾ ഈ ഡിപ്പോ എന്നുള്ളത് ഞങ്ങളെ വിഴിഞ്ഞത്തുകാർക്ക് ഒരു അപമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് കയറിയാൽ ഇതാ നോക്കാം, ആർക്കെങ്കിലും ബസ് കയറാൻ വരുന്നവർക്ക് ഇരിക്കാനുള്ള ഒരു ബെഞ്ചോ അവർക്ക് അവിടെ ബസ് കാത്തിരിക്കാനുള്ള ഒരു സൗകര്യമോ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്ക്. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്ന സർക്കാർ കൊട്ടിഘോഷിച്ച ലക്ഷങ്ങൾ മുടക്കി അടുത്ത കാലത്ത് പണിത കാത്തിരിപ്പ് കേന്ദ്രവും ശുചിമുറിയുമാണിത്. ശുചിമുറി ഉപയോഗിക്കണമെങ്കിൽ വെള്ളം കയ്യിൽ കരുതണം. തുറമുഖ പദ്ധതി വന്നതോടെ കുഴൽക്കിണറിനും അനുമതിയില്ല. ഡിപ്പോയെ ശ്രദ്ധിക്കാൻ അധികാരികൾ എന്തുകൊണ്ട് തയ്യാറാകും? ഇവിടുത്തെ ജനപ്രതിനിധികളും MLA MP നിരവധി പ്രാവശ്യം ഇതിൻ്റെ ശോചനീയാവസ്ഥ ആ സർക്കാരിൽ ചൂണ്ടിക്കാണിച്ചിട്ടും അത് നേരെയാക്കുവാനുള്ള നടപടി ഇതുവരും സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. വിഴിഞ്ഞം ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ വരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ ഇവിടുത്തെ KSRTCയിലെ ജീവനക്കാർ താമസിക്കുന്ന റെസ്റ്റ് റൂം നമുക്കൊന്ന് നോക്കാം. പട്ടുമെത്തയിലും മന്ത്രിമന്ദിരങ്ങളിലും കിടന്നുറങ്ങുന്ന നിങ്ങൾ ഈ സാധാരണക്കാരായിട്ടുള്ള KSRTC ജീവനക്കാർ താമസിക്കുന്ന സ്ഥലമൊന്ന് കാണണം. ഇതാണ് അവസ്ഥ. ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ ഏതു നിമിഷവും ഇവരുടെ ദേഹത്തേക്ക് തകർന്നു വീഴാറായ സാഹചര്യം. 75ഓളം സർവീസുകൾ ഉണ്ടായിരുന്ന ഇവിടെ ഇപ്പോൾ 50-ൽ താഴെ സർവീസുകൾ മാത്രമാണുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതിനാൽ ജീവനക്കാർ അസംതൃപ്തരാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.